ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ക്രിയേറ്റീവ് ആർട്ട് ജേർണലിംഗ് നോക്കാം. ഫസ്റ്റ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രിഡാണ് കേട്ടോ വരക്കുന്നത്. ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ്സ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രിഡ് വരയ്ക്കുമ്പോൾ കൂടുതൽ പെർഫെക്ഷൻസ് ഒന്നും നോക്കാതെ ഫ്രീ ആയിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. പിന്നീട് ഒരു പാറ്റേൺ സിസർ യൂസ് ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോഡ്സ് എഴുതിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കോഡ്സ് ഞാനങ്ങനെ എഴുതി കൊടുക്കുന്നില്ല, ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിക്ക് ചെയ്ത വൈറ്റ് പേപ്പർ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കളർ മാർക്കർ യൂസ് ചെയ്തിട്ട് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് 2-3 സ്റ്റിക്കേഴ്സ് കൂടെ അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്പ്രെഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്പ്രെഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓയിൽ പേസ്റ്റലിൽ ബ്രൗണിൻ്റെ 3 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബ്രൗണിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഏറ്റവും മുകളിലും പിന്നീട് ലൈറ്റ് ഷെയ്ഡ്സ് താഴെയുമായിട്ട് പേജ് ഫുള്ള് കളർ കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് കയ്യോ അല്ലെങ്കിൽ പേപ്പറോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കളറൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രൗൺ കളറ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ തീം ഞാനൊരു കോഫി തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് കോഫി സ്റ്റിക്കേഴ്സും കോഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി വരുന്ന 2 ജേർണൽസും ഞാൻ ഓയിൽ പേസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം ചൂസ് ചെയ്യാം. പിൻട്രസ്റ്റിൽ ഒരുപാട് ഇൻസ്പോസൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കൽ അതുപോലെ നമ്മളൊരു ഇൻസ്പോ നോക്കി അത് ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ പുതിയൊരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും. ഫസ്റ്റ് വണ്ണിൽ ഞാനൊരു ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓയിൽ പേസ്റ്റൽ യൂസ് ചെയ്ത് കളർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ കയ്യോ പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈൻസും കോട്ടും കൂടി എഴുതിയിട്ട് ഈ സ്പ്രെഡ് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ജേർണൽ ചെയ്ത് അതിലേക്ക് ഒരു കോട്ടും കൂടി നമ്മൾ എഴുതി കൊടുത്താൽ ആ ഒരു ജേർണലിങ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വേർഡ്സും പിക്ചേഴ്സും തമ്മിലുള്ള ഈ മാച്ചിങ് ആണ് ആർട്ട് ജേർണലിനെ വേറിട്ട് നിർത്തുന്നത്. ഇതേപോലുള്ള ജേർണലിങ് നമ്മുടെ സ്ട്രെസ് റിലീഫിന് പറ്റിയ നല്ലൊരു വഴി കൂടിയാണ്. ഇനി നമ്മൾ ചെയ്യുന്നതും കഴിഞ്ഞതുപോലെ തന്നെ ഏകദേശം സെയിമാണ്.
ഇതിൽ നമ്മളൊരു ബോക്സ് പോലെയാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് കൊടുക്കുന്നു. നേരത്തേതിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കോഫി കോട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൺറൈസ് തീമിലാണ്. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള 2 സൺറൈസിൻ്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊരു കോളം പോലെ ആക്കി കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഓയിൽ പാസ്റ്റൽ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവസാനമായി കുറച്ച് ഡീറ്റെയിലിങ്ങും കോഡ്സും കൂടി എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പേജും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വേ ഓഫ് ജേർണലിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.